എല്ലാ മാന്യ സ്നേഹിതരെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, ഒരു ഹൈന്ദവ സഹോദരൻ വിശുദ്ധ ബൈബിൾ വായിച്ചിട്ട് അദ്ദേഹത്തിന് തോന്നിയ ചില സംശയങ്ങൾ. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ ജീവിക്കുന്നത് ശരിയാകുന്നില്ല ബൈബിൾ അനുസരിച്ച് എന്ന മട്ടിന് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണ ശകലം കേൾക്കുവാൻ ഇടയായി. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ വിലയിരുത്തുവാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഒരു ഹൈന്ദവൻ ബൈബിൾ വായിച്ചിട്ട് ക്രിസ്ത്യാനിയെ തിരുത്തുവാൻ വീണ്ടും ആവശ്യമുണ്ടോ എന്നുള്ളതാണ് സംസാരം. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. കാര്യം, കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഞാൻ കണ്ടത് ഒരു പള്ളിയിലേക്ക് കുറെ ആളുകൾ അതിന്റെ വാതിലുകൾ തകർത്തുകൊണ്ട് ആ പള്ളിയിലേക്ക് ഇടിച്ചു കയറി അവിടെ അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് അവിടെ ആൾത്താരയിലൊക്കെ കയറി ബഹളമുണ്ടാക്കി. വൈദികരടക്കമുള്ള ആളുകളാണ് ബഹളങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഹൈന്ദവ സമൂഹത്തിൽ ജാതി ചിന്തയുണ്ട് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും പരസ്പരമുള്ള അക്രമത്തിലേക്ക് പോകാറില്ല. ഇന്ന് അത്തരത്തിലുള്ള വലിയൊരു ചിന്തയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുമില്ല. എങ്കിലും ഞാനത് പലപ്പോഴും എന്റെ മുമ്പിൽ എത്തുന്ന കൊച്ചുകുട്ടികളോട് പറയാറുണ്ട്. പക്ഷെ ക്രിസ്തു എന്ന ഒരേ ഒരാളെ വിശ്വസിക്കുന്ന, കർത്താവിനെ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ പള്ളികളുടെയും മറ്റും പേരിൽ പരസ്പരം കലഹിക്കുന്നതും പരസ്പരം അടിയുണ്ടാക്കുന്നതും പരസ്പരം ഏറ്റുമുട്ടലുകളും നടത്തുമ്പോൾ വളരെ വേദനയോടുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇവർ ശരിക്കും ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന്. കാരണം അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെയുള്ള ഒരു സംശയം, പള്ളികൾ തമ്മിൽ അടികൂടുന്നു, അതിന് പുരോഹിതന്മാർ തന്നെ അടികൂടുവാൻ നേതൃത്വം കൊടുക്കുന്നു. അതെങ്ങനെ ശരിയാകുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ഇങ്ങനെ ബൈബിൾ വായിച്ചപ്പോൾ ബൈബിളിനകത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കാണുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പിന്നെന്തിനാണ് ഇങ്ങനെ ബൈബിൾ അല്ലെങ്കിൽ മൂല്യമുള്ള ഈ ഒരു ഗ്രന്ഥം സൂക്ഷിക്കുന്ന നിങ്ങൾ പുരോഹിതന്മാരടക്കം എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഇതിനകത്ത് ജാതി ചിന്തകൾ നിങ്ങൾ ഇങ്ങനെ വെച്ചു പുലർത്തുന്നതിന്റെ കാര്യം എന്താണ് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇദ്ദേഹത്തിന് അറിയില്ലാതെ പോയൊരു കാര്യം, ബൈബിളിലെ ഒരു ഭാഗം മാത്രമേ ഇദ്ദേഹത്തിന് അറിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ കർത്താവിനെതിരായ ഒരു വർഗം നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് ഏദൻ തോട്ടത്തിൽ ആദമും ഹൗവയും മാത്രമുണ്ടായിരുന്നപ്പോൾ തന്നെ ആ തോട്ടത്തിലേക്ക് അതിയാൻ പ്രവേശിച്ചു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒറ്റ കുടുംബമേ ഉള്ളൂ, 2 മക്കൾ, ജ്യേഷ്ഠൻ അനുജന്മാരുടെ ഇടയിൽ. അവർ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഒടുവിൽ കൊലപാതകത്തിലാണ് കലാശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ എല്ലാവരും ഹാബേലിന്റെ ആത്മാവുള്ളവരല്ല എന്ന വസ്തുത ഹൈന്ദവ സഹോദരൻ തിരിച്ചറിയണം. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്റെ മതത്തിന്റെ ചുറ്റുകെട്ടിനകത്ത് നിന്നുകൊണ്ട് അതിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ബൈബിൾ വായിക്കുന്നു. നല്ല കാര്യം. വെറുതെ ഒരു കഥാപുസ്തകം വായിക്കുന്നത് പോലെ ബൈബിൾ വായിച്ചാൽ അതിന്റെ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുൻപിലേക്ക് പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തത ലഭ്യമാകാതെ പോകും. അതുകൊണ്ട് കൃത്യമായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ ഒരു സർപ്പം ഏദൻ തോട്ടത്തിൽ വന്ന് മാനവകുലത്തെ ദൈവത്തിൽ നിന്നും പിരിച്ചു കളയുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ യാഗത്തിനായി പോകുന്ന കുഞ്ഞുങ്ങൾ ഒടുവിൽ തമ്മിത്തല്ലി ചാകുന്ന ഒരു രംഗവും നമ്മൾ കാണുന്നുണ്ട്. ഇത് ഉൽപ്പത്തിയിൽ മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെത്തുമ്പോൾ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ ദൈവത്തിനെതിരെ കൂട്ടിച്ചേർക്കേണ്ടതിനെ വശീകരിക്കാൻ പുറപ്പെടുന്ന അതേ പിശാചിനെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സാധാരണ പാമ്പിന്റെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് മാനവകുലത്തിന്റെ ഇടയിൽ ഭിന്നത വിതച്ചു വെച്ച ആ ചെകുത്താൻ പിൽക്കാലത്ത് ഇന്നും അതുപോലെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. താങ്കൾ കാണുന്ന പുരോഹിതന്മാരുടെ കുപ്പായമിട്ട് അരക്കെട്ടും കെട്ടി നിൽക്കുന്ന ഇവന്മാരെല്ലാം ഈ പിശാചിന്റെ ചട്ടുകങ്ങൾ തന്നെയാണ്. സർപ്പം സംസാരിക്കുന്നത് പോലെ ഇവർ വളരെ വാചാലമായി സംസാരിക്കും. ഇവർ ചെയ്യുന്നത് ജനത്തെ വഴിപിഴപ്പിക്കുക തന്നെയാണ്. സഭകൾ തമ്മിലുള്ള തമ്മിലടി മാത്രമല്ലേ താങ്കൾ കണ്ടുള്ളൂ. ഇതിനകത്ത് അടിസ്ഥാനപരമായ ഉപദേശങ്ങളെ പോലും ജനത്തിന്റെ അടുക്കലേക്ക് എത്തിക്കാതെ ഈ പാവം ജനത്തെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ഈ ജനം.
എനിക്ക് ഹൈന്ദവ സഹോദരനോട് ഒരാദരവ് തോന്നിയത് അദ്ദേഹത്തിന് സിമ്പിൾ റീഡിങ്ങിൽ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാഹ്യമുണ്ടായി എന്നുള്ളതാണ്. ആ മാന്യത പോലും, ആ ഗ്രാഹ്യം പോലും ഇവർക്ക് ഇല്ലാതിരിക്കുന്നതിന് കാരണം ഇവർ വിദ്യാഭ്യാസം കുറവുള്ളത് കൊണ്ടോ കഴിവ് കുറവുള്ളത് കൊണ്ടോ അല്ല, ഇവർ പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. സാമാന്യബോധത്തിൽ ധാർമ്മികതയിൽ നിലനിന്നുകൊണ്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഈ ഹൈന്ദവ സഹോദരൻ ഒരുപാട് മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ അറിയാം. പക്ഷേ അത്ര പോലും മൂല്യം സൂക്ഷിക്കുവാൻ കഴിയാതെ കള്ളപ്രവാചകന്മാരായി, കള്ള അപ്പോസ്തലന്മാരായി, ദുരുപദേഷ്ടാക്കന്മാരായി, ചെകുത്താന്റെ ചട്ടുകങ്ങളായി മറ്റൊരു സുവിശേഷവും മറ്റൊരാത്മാവും മറ്റൊരു യേശുവിനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ പൗരോഹിത്യവർഗം മുന്നേറുകയാണ്. അതാണ് ഇദ്ദേഹം ഇടയിൽ പറയുന്നുണ്ട്. അവിടെ പ്രഭാഷണം ചെയ്ത ഏതോ ഒരു പുരോഹിതന് ഈ കാര്യം പറയുന്നതിന് പേടിയുണ്ട് പോലും. പക്ഷേ ഈ മാന്യദേഹത്തിന് പേടിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം ഇദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ഇദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന പുരോഹിതന് അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചെടുത്ത അദ്ദേഹത്തിന്റെ ലോക നഷ്ടപ്പെടും, അദ്ദേഹത്തിന്റെ ഉപജീവനം നഷ്ടപ്പെടും, അദ്ദേഹത്തിന് സമൂഹത്തിൽ ലഭ്യമായിരിക്കുന്ന കുറെ പേരും പ്രശസ്തിയും പെരുമയും ഒക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാനുള്ള ത്രാണി ഉണ്ടാവില്ല. അവരതിൽ തന്നെ കടിച്ചു തൂങ്ങി മുൻപിലേക്ക് പോകും. ഏതായാലും എനിക്ക് ഈ ഹൈന്ദവ സഹോദരനോട് ഒരുപാട് ആദരവ് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം വായിച്ചിട്ട് കുറെ മനസ്സിലാകുന്നുണ്ടല്ലോ. എങ്കിലും അദ്ദേഹത്തിന് ഒരു ചെറിയ പരുവക്കേടുള്ളത് അദ്ദേഹം പറയുന്നു. ഞാൻ എന്റെ മതത്തിന്റെ ചുറ്റുപാടിനകത്ത് നിന്നേ ഞാൻ വായിക്കുകയുള്ളൂ. അങ്ങനെ വായിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ ബൈബിൾ അടക്കമുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളാണ്. എന്റെ മതവിശ്വാസത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട്, എന്റെ മതവിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ബൈബിളും വായിക്കും, ഖുറാനും വായിക്കും, അതേപറ്റി പ്രസംഗിക്കുകയും ചെയ്യും. അതിനാരും എന്നെ തടയാനുമില്ല. നിങ്ങൾ അറിയുക, നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ക്രിസ്തു വിഭാവനം ചെയ്ത കാര്യങ്ങളെ ഫോളോ ചെയ്യുന്ന, ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുമത വിശ്വാസികൾ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. ക്രിസ്തുവിന്റെ ആശയങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കാം. ക്രിസ്തു നമുക്ക് മുമ്പിലേക്ക് പകർന്നു തന്നിട്ടുള്ള നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കാം. അവിടെ താങ്കൾക്കൊരു ചെറിയ തെറ്റുപറ്റി. ക്രിസ്തു മുമ്പിലേക്ക് വെച്ച നല്ല ആശയങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്ത്യാനിയാകാം എന്ന് വെച്ചാൽ ഒരിക്കലും സാധ്യമല്ല. ക്രിസ്തു മുൻപിലേക്ക് വെച്ച അഹിംസ, അതിനെ മുഖമുദ്രയാക്കി കൊണ്ടുപോയ ആളാണ് നമ്മുടെ ഗാന്ധി. ഭാരതത്തിന്റെ സംസ്കാരത്തിനു വേണ്ടി അദ്ദേഹം അഹിംസാ സിദ്ധാന്തത്തെ ഭംഗിയായി ഉപയോഗിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ക്രിസ്തു മുമ്പിലേക്ക് വെച്ച അഹിംസ എന്നൊന്ന് സ്വീകരിച്ചത് കൊണ്ട് മാത്രം ഗാന്ധിജിക്ക് ക്രൈസ്തവനാകാൻ കഴിയില്ല. ക്രിസ്തു വിഭാവനം ചെയ്ത ഏതെങ്കിലുമൊക്കെ കുറെ ഉപദേശങ്ങൾ കേട്ടതുകൊണ്ടോ അവറ്റകൾ കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ടോ അവകൾ ജീവിതത്തിൽ പതിപ്പിച്ചതുകൊണ്ടോ യേശുക്രിസ്തുവിന്റെ ബൈബിൾ തുടരെ തുടരെ വായിച്ചതുകൊണ്ടോ ഒരു ക്രൈസ്തവ സഭയുടെ അംഗമായതുകൊണ്ടോ ഒന്നും നമുക്ക് ക്രിസ്ത്യാനിയാവാൻ സാധ്യമല്ല. ഒരാൾ ക്രിസ്ത്യാനിയാകണമെങ്കിൽ അയാൾ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. 2, ആ ക്രിസ്തു എന്റെ പാപങ്ങളുടെ മോചനത്തിനായിട്ടാണ് മരിച്ചത് എന്നും ആ ക്രിസ്തുവിനെ എന്റെ രക്ഷകനായിട്ട് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുവാൻ തയ്യാറാവുകയും വേണം. അല്ലാതെ യാതൊരു മനുഷ്യനും ക്രൈസ്തവനാകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരൻ ബൈബിൾ വായിച്ചത് നല്ല കാര്യം, ബൈബിളിലെ കുറച്ച് നല്ല ആശയങ്ങൾ താങ്കളെ സ്വാധീനിച്ചതും നല്ല കാര്യം. അവകൾ കൊണ്ടൊന്നും ക്രൈസ്തവ മൂല്യം താങ്കളിലേക്ക് പകരാനാവില്ല. ക്രൈസ്തവനാണെന്ന് താങ്കൾക്കോ മറ്റുതര ആൾക്കാർക്കോ അവകാശപ്പെടാനുമാവില്ല. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവ മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാൻ പാകത്തിന് സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വചനപ്രകാരം ജീവിക്കാത്തൊരുത്തന് ക്രൈസ്തവനാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് താങ്കൾക്ക് പറ്റിയ ആ മിസ്റ്റേക്കുകളൊന്ന് തിരുത്തി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ കണ്ട പൗരോഹിത്യവർഗം വചനാധിഷ്ഠിതമല്ലാതെ തമ്മിലടിക്കുന്നത് കണ്ടിട്ട് താങ്കൾക്കൊരങ്കലാപ്പ് തോന്നിയത്.
ഇതെങ്ങനെ ശരിയായി എന്ന് താങ്കൾക്ക് തോന്നിയില്ലേ? അത് തന്നെയാണ് അതിന്റെ വാസ്തവം. ഇത് ശരിയായില്ല. ഇവിടം മാത്രമല്ല, മുൻപിലോട്ട് നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകൾ വച്ച് നമ്മൾ ക്രൈസ്തവന്റെ ജീവിതത്തെ ശരിക്കും മാറ്റുരച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നാം ഇന്നീ കാണുന്ന ക്രൈസ്തവരിൽ അധികം പേരും ക്രൈസ്തവരല്ല എന്നുള്ള കാര്യം. ഞാനും ക്രിസ്തു പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞാനും ക്രിസ്തു പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നയാളാണെന്ന് പറയുമ്പോൾ എന്ത് നല്ല കാര്യമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? പാപത്തിന്റെ പിടിയിൽ നിന്ന് നരകത്തിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ട് നിന്ന, ദൈവവുമായി ബന്ധമില്ലാതെ അകന്നു നിന്ന മാനവകുലത്തെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ആ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ മറ്റെന്ത് കാര്യമാണ് താങ്കൾ അനുസരിക്കുന്നു എന്ന് പറയുന്നത് എന്ന കാര്യം വ്യക്തമല്ല. അപ്പൊ പുറത്തുനിന്ന് ഇതിനെ വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത്തരത്തിൽ ഈ ക്രിസ്തു മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ അക്രമങ്ങള്, പള്ളി പിടിച്ചടക്കാനുള്ള ശ്രമങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും വല്ലാണ്ട് വേദന തോന്നിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇത് കേൾക്കണം. ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളേ അല്ല ഇവർ നിങ്ങളുടെ മുമ്പിലേക്ക് ഫോളോ ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരാശയമാണ് അദ്ദേഹം പറയുന്നത്. ആശയം എന്ന് പറയാനൊക്കില്ല, ഉപദേശമാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ എന്ന് പറഞ്ഞ അഭിമാനിച്ച് നടക്കുന്ന പൗരോഹിത്യ വർഗം വ്യത്യസ്ത തരം കുപ്പായങ്ങൾ അണിഞ്ഞും തൊപ്പിയടക്കമുള്ളവകൾ അണിഞ്ഞും വ്യത്യസ്ത മാർപ്പതക്കങ്ങൾ അണിഞ്ഞും ക്രിസ്തുവിന്റെ ആളാണെന്ന് ചമഞ്ഞു നടക്കുന്ന വ്യാജോപദേഷ്ടാക്കന്മാർ പറയുവാൻ മടിക്കുന്നതും അറയ്ക്കുന്നതും ഒളിച്ചു വെക്കുന്നതുമായ കാര്യത്തെ നമ്മുടെ പുത്തൻ തലമുറകളുടെ മുമ്പിൽ വിളിച്ചു പറയുവാൻ ഈ സഹോദരന് താല്പര്യമുണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. തിരുവെഴുത്ത് ഭംഗിയായി പറയുന്നു, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും എന്ന്. ക്രൈസ്തവൻ എന്ന് മുഖംമൂടി അണിഞ്ഞ് നടക്കുന്ന വ്യാജന്മാർ ക്രിസ്തുവിനെ പറയാതിരിക്കുമ്പോൾ പുറത്തു നിന്നുള്ള സഹോദരന്മാർ തിരുവെഴുത്തുകൾ വായിച്ചതിന്റെ പ്രഥമദൃഷ്ട്യാ ലഭ്യമാകുന്ന അർത്ഥമെങ്കിലും പറയുവാൻ കാണിക്കുന്ന ധൈര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ഈ സഹോദരന്മാർക്ക് ഒരു സല്യൂട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. ചർച്ചകൾ നടക്കുമ്പോൾ എഫേസ്യർ 5-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഏത് തലയാണ് ഈ ക്രിസ്തു സഭകൾക്കുള്ളത്? ഏത് തലയ്ക്ക് വേണ്ടിയാണ് ഇവര് കിടന്ന് അടിയുണ്ടാക്കുന്നത് എന്ന് എനിക്ക് അത്ഭുതത്തോടു കൂടി തോന്നിയിട്ടുണ്ട്. കാരണം ഈ വേദിയിലല്ലാതെ എനിക്കൊരു അമ്പലത്തിൽ ചെന്ന് ഇത് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വേദനയോടുകൂടി പറയുന്നത്. എനിക്കിത് പറയുന്നതിൽ ഭയവുമില്ല. ഹൈന്ദവ സഹോദരന് പോലും സംശയം തോന്നുകയാണ്, ക്രിസ്തുവല്ലാതെ ഏത് തലയാണ് സഭയ്ക്കുള്ളതെന്ന്. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന ഒരു വലിയ വർഗം ചേരുന്നതാണ് റോമൻ കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ കാത്തലിക് ചർച്ചുകൾ. അവർ വിചാരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ തലവൻ പോപ്പാണെന്നാണ്. താഴോട്ട് വരുമ്പോൾ ഓരോ സഭകൾക്കും ഓരോ തലവന്മാരുണ്ട്. പെന്തക്കോസ്തുകാരും വലിയ വ്യത്യസ്തമുള്ളവരല്ല. അവരുടെ ഓവർസിയറോ സൂപ്രണ്ടോ പ്രസിഡന്റോ ഒക്കെയാണ് സഭയുടെ തലവന്മാരെന്ന് പാവം വിശ്വാസികൾ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. ഇവരാരുമല്ല സഭയുടെ തലവന്മാർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുമില്ല. തലവന്മാരെന്ന് ചമഞ്ഞ് മുകളിൽ കയറിയിരിക്കുന്ന ഈ ടീമുകൾക്ക് മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കുവാൻ പാവം വിശ്വാസികളെ ബലപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, 2 മൃഗങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ മൃഗം രാഷ്ട്രീയ നേതാവാണ്, രണ്ടാമത്തെ മൃഗം മതനേതാവും. ആ മതനേതാവ് ചെയ്യുന്നത് ഒന്നാമത്തെ മൃഗമായ രാഷ്ട്രീയ നേതാവിനെ നമസ്കരിക്കുമാറാക്കുന്നു. ഭൂവാസികളെ കൊണ്ട് രാഷ്ട്രീയ നേതാവിനെ നമസ്കരിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പോപ്പ് തൊട്ടിങ്ങേയറ്റം ഓവർസിയറും സൂപ്രണ്ടും പ്രസിഡന്റും എന്ന പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാരുടെ മുൻപിൽ തൊഴുതു നിർത്തിക്കുകയാണ്, അവരെ നമസ്കരിപ്പിക്കുകയാണ്. അവര് പറയുന്ന തിരുവചന അടിസ്ഥാനമല്ലാത്ത കാര്യങ്ങളടക്കം പാവം ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് സമൂഹത്തിലെ പൗരോഹിത്യവർഗവും ഉപദേശി വർഗവും. ആ കാര്യം ഈ മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നതാണ് സന്തോഷമുള്ള കാര്യം. എത്ര മോശമായിട്ടുള്ള കാര്യമാണ് ഒരു ക്രിസ്തുദേവന്റെ പേരിൽ. ഇവരെല്ലാം ഒരേ ബൈബിൾ അല്ലേ വായിക്കുന്നത്? ഒരേ ബൈബിളിന്റെ ചിന്താഗതികളല്ലേ ഇവർ ഫോളോ ചെയ്യുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യത്തിൽ കൃത്യമായി ക്രിസ്തുദേവൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വായിക്കുന്ന നിങ്ങൾ, ഈ ബൈബിൾ വായിക്കുന്ന നിങ്ങളാണോ ഈ തെരുവിൽ ചാനലുകാരെയും കൂട്ടിക്കൊണ്ടുപോയി അക്രമം അഴിച്ചുവിടുന്നത്? നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ കൊച്ചു കുട്ടികൾക്കടക്കം, ക്രിസ്തു വിശ്വാസത്തെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കടക്കം നിങ്ങൾ നൽകുന്നത്?
ഈ ക്രിസ്തുമതത്തെയും ആരാധനയെയും പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ഇതര സമുദായ അംഗങ്ങൾക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഒരൽപ്പം കടുത്തുപോയി അദ്ദേഹത്തിന്റെ ചോദ്യം, അല്ലെങ്കിൽ ശരിക്കും പരുക്കനായി അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരുത്തനും ചോദിക്കുവാൻ ദൈവസഭയ്ക്കകത്തില്ലാതെ വന്നപ്പോൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് കർത്താവ് ദൗത്യം നിർവഹിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുക, അദ്ദേഹത്തിന് ചെവി കൊടുക്കുക. അദ്ദേഹം തിരുവെഴുത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നു? അതിന് മറുപടി പറയുവാൻ ക്രൈസ്തവൻ ബാധ്യതയുള്ളവനാണ്. അതിനകത്ത് കത്തോലിക്കക്കാരെന്നും യാക്കോബക്കാരനെന്നും മർത്തോമക്കാരെന്നും ബ്രദറൻകാരനെന്നും പെന്തക്കോസ്തുകാരെന്നും വ്യത്യാസമില്ല. അദ്ദേഹം തിരുവെഴുത്തിലെ വാക്യങ്ങൾ കോട്ട് ചെയ്താണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിനൊരു പരിഹാരം വരണം. ക്രൈസ്തവ സഭ ഇന്ന് സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന പിക്ചർ വചനാധിഷ്ഠിതമുള്ളതല്ല. അവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തു ഒറിജിനൽ ക്രിസ്തു അല്ല, മറ്റൊരു ക്രിസ്തുവാണ്. അവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവ് ദുരാത്മാവാണ് എന്ന് വിളിച്ചു പറയേണ്ടി വരുന്നു വചനാടിസ്ഥാനത്തിൽ. ഇവകൾ നമ്മളാരും ചോദ്യം ചെയ്യാത്തത് കൊണ്ടും നമ്മളാരും തിരുത്തുവാൻ തയ്യാറാകാത്തത് കൊണ്ടും പുറത്തു നിന്നൊരാളെ കൊണ്ട് കർത്താവ് സംസാരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ആവേശത്തോടുകൂടി മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യമാണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നത്, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുക്കൾ നിങ്ങൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, കാരണം അവയത് ചവിട്ടി അരയ്ക്കുകയും നിങ്ങളെ തിരിഞ്ഞാക്രമിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ അക്രമങ്ങൾ അഴിച്ചുവിട്ട വിഷ്വലുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ താൽക്കാലികമായി നിങ്ങൾ വിജയിക്കുന്നുവെങ്കിലും നിങ്ങളുടെ മുത്തുക്കളായ, നിങ്ങളുടെ അറിവുകളായ ബൈബിളും ക്രിസ്തുവിനെയും ഒക്കെ ചവിട്ടി അരയ്ക്കാൻ വേണ്ടിയുള്ള വേദികളാണ് നിങ്ങൾ നൽകുന്നത്. അത് പാടില്ല എന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറയുന്നതിൽ ശ്രീ സാംശയും അദ്ദേഹം ഫാദർ പറഞ്ഞു ഭയമുണ്ടെന്ന്. പക്ഷേ എനിക്ക് ആ ഭയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന് ചെറിയൊരു പാളിച്ച പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹം പുരോഹിതന്മാരോട് പറയുകയാണ്, നിങ്ങൾ മാധ്യമക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ വിശേഷതയേറിയ മുത്തുക്കൾ അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്, അവരതിനെ മലിനമാക്കി കളയും എന്ന അർത്ഥത്തിലേക്ക് അത് പോവുകയാണ്. വാസ്തവത്തിൽ ദൈവമക്കളോടായിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഈ വിശുദ്ധമായ തിരുവെഴുത്തുകളെ നായ്ക്കുട്ടികൾക്ക് കൊടുക്കരുത്, പന്നികളുടെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്ന് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട സുഹൃത്ത് ആദ്യം ഓർപ്പിച്ച പൗരോഹിത്യവർഗം, പള്ളികൾക്കകത്ത് അടിയുണ്ടാക്കുന്ന, സഭകൾക്കകത്ത് കോലാഹലമുണ്ടാക്കുന്ന അവരെ തന്നെയാണ് പന്നികൾ എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പാവം മാധ്യമക്കാരെ അല്ല. മാധ്യമക്കാരവരുടെ മാധ്യമധർമ്മം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർ ചെയ്യുന്നതാണ് തിന്മ. ഈ പന്നിക്കൂട്ടങ്ങളാണ് തിരുവെഴുത്തുകളെ നാട്ടുകാരുടെ മുമ്പിൽ വികൃതമാക്കി മാറ്റിയിരിക്കുന്നത്. ഈ പന്നിക്കൂട്ടങ്ങളാണ് തിരുവെഴുത്തായിരിക്കുന്നത് പോലെ ആയിരിക്കേണ്ടുന്ന ഉപയോഗത്തിന് ഉപയോഗിക്കാതെ തിരുവെഴുത്തുകളെ മറ്റു തരം മാലിന്യങ്ങൾക്കിടയിലേക്ക് തട്ടിയിട്ട് അവകളെ വെറുതെ അതിനിടയിലിട്ട് കുത്തിമറിച്ച് അവകളുടെ വിശുദ്ധിയെ കളയുവാൻ ശ്രമിക്കുന്നത് സുഹൃത്തെ. അതുകൊണ്ടാണ് താങ്കൾക്ക് ചോദിക്കേണ്ടി വന്നത്, എന്തുകൊണ്ട് ഈ വചനം ഇങ്ങനായിപ്പോയി, ഇവകൾ ഇങ്ങനെ മലിനമായി പോയതിന് കാരണം എന്താണ്? താങ്കൾ തന്നെ പരിചയപ്പെടുത്തിയില്ലേ? താങ്കൾ തന്നെ ചോദിച്ചില്ലേ? സഭയ്ക്ക് ഒരു തലവനല്ലേ ഉള്ളൂ. യെസ്, ആ മാന്യമേറിയ സത്യം ഈ പന്നിക്കൂട്ടങ്ങൾ കൊണ്ടുപോയി മലിനപ്പെടുത്തി കളഞ്ഞത് കൊണ്ടാണ് പോപ്പായിട്ടും മറ്റിതര സ്ഥാനപ്പേരുകൾ നൽകിയും ഓരോ ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട് ക്രിസ്തുവിന് കൊടുക്കേണ്ട മഹത്വം ഈ പന്നിക്കൂട്ടങ്ങൾ വലിയ പന്നികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് താങ്കൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം, താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവകളല്ല ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത്. ക്രൈസ്തവ മാർഗം യേശുക്രിസ്തു നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മാർഗമാണ്. ആ മാർഗത്തിലൂടെ യാത്ര ചെയ്യാതെ ഒരാൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യമല്ല. ആ മാർഗത്തിലൂടെ യാത്ര ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ താങ്കൾക്കും കഴിയും. ബൈബിൾ ഒന്നുകൂടി ആഴത്തിൽ വായിച്ചാൽ മതി. ഉൽപ്പത്തിയിൽ ഏകന്റെ ലംഘനത്താൽ മാനവകുലം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ മനുഷ്യനെ തിരിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്
ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും മാനവകുലത്തിനു വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും ആ ക്രിസ്തുവിനെ എന്റെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞാൽ എനിക്ക് ദൈവമകനാകാനുള്ള അധികാരം കിട്ടുകയാണ്. ആ പദവി മരണം വരെ സൂക്ഷിച്ചാൽ നിത്യതയിൽ നമുക്ക് ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ കഴിയും. നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കുവാനാണ് കർത്താവ് വന്നത്, അല്ലാതെ ഒരു ഫിലോസഫി പറഞ്ഞു തരുവാനോ ഒരു പുതിയ കുറെ കഥകൾ പറഞ്ഞു തരുവാനോ അല്ല കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് നിത്യതയ്ക്കൊരുങ്ങൂ. ദൈവം താങ്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാതിരി തിരുവെഴുത്തുകൾ വായിക്കുവാൻ ക്രൈസ്തവന് കഴിയട്ടെ. ഇദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ലാതെ പോലും വായിച്ചിട്ട് ഇത്രത്തോളം മനസ്സിലായി എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടി പ്രാപിച്ച് നാം ഈ തിരുവെഴുത്തുകൾ പഠിക്കുവാൻ തയ്യാറായാൽ എത്രയധികം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അങ്ങനെ തിരുവെഴുത്തുകൾ ഗ്രഹിച്ച് നമുക്ക് നിത്യതയ്ക്കൊരുങ്ങാം. തിരുവെഴുത്തുകൾ വായിച്ച് എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചെയ്യുവാൻ തയ്യാറായ ബഹുമാനപ്പെട്ട സഹോദരന് ഒരു സല്യൂട്ട്. ദൈവം താങ്കളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്കൾക്കും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.